+2 ഓണ പരീക്ഷയ്ക്ക് ഹിസ്റ്ററിയിൽ 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അൽബിറൂനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പാണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? അൽബിറൂനിയുടെ പുസ്തകത്തിന്റെ പേരും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്കറിയാം അൽബിറൂനിയുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? കിതാബ് അൽ ഹിന്ദാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അൽബിറൂനിയെ കുറിച്ച് ചോദിക്കാൻ നിങ്ങൾ ജസ്റ്റ് ആദ്യം അൽബിറൂനിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അൽബിറൂനി ജനിച്ചത് എവിടെയാണ്? ഖോറിസാമിലാണ് ജനിച്ചത്. ഒരുപാട് ഭാഷകൾ അറിയുന്ന ഒരാളായിരുന്നു ആര്? അൽബിറൂനി. മഹ്മൂദ് ഗസ്നി സിന്ധ് കീഴടക്കിയപ്പോഴാണ് അൽബിറൂനി എവിടെ എത്തിയത്? ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയെ കുറിച്ചിട്ട് അൽബിറൂനി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇത് കിതാബ് അൽ ഹിന്ദ് എന്ന് പറയുന്നത്. അറബിക് ലാംഗ്വേജ് എഴുതിയ ഒരു പുസ്തകത്തിൽ അറൌണ്ട് 80 ചാപ്റ്റേഴ്സ്, 80ഓളം പാഠങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഈ ഒരു പുസ്തകത്തിൽ അൽബിറൂനി ഇന്ത്യയിലെ ഫിലോസഫി, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട തത്വചിന്തയും ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളെ കുറിച്ചിട്ടും ഇന്ത്യയിലെ ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രത്തെ കുറിച്ചിട്ടും ആൽക്കമി, അതേപോലെ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ്, സോഷ്യൽ ലൈഫ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അൽബിറൂനി അഡോപ്റ്റഡ് മാത്തമാറ്റിക്കൽ അപ്രോച്ച്. അൽബിറൂനി പുസ്തകം എഴുതി എങ്ങനെ? ത്രൂ എ മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ്. ഒരു ഗണിതശാസ്ത്രപരമായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്? അൽബിറൂനി ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ, അതായത് എല്ലാ ചാപ്റ്ററും അൽബിറൂനി സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഒരു ക്വസ്റ്റ്യനിലൂടെയാണ്. ക്വസ്റ്റ്യനിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും അൽബിറൂനി? ഇന്ത്യയിൽ കണ്ട കാര്യത്തെ അദ്ദേഹത്തെ നാടുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതി, ഈ ഒരു രീതിയിലാണ് അൽബിറൂനി എന്ത് ചെയ്തിരുന്നത്? പുസ്തകം എഴുതിയിരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ അൽബിറൂനിയെ പോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ് ആര്? ഇബ്നു ബത്തൂത്ത. അധികം essay ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്നു ബത്തൂത്തയെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? ഒരു ഗ്ലോബ് ട്രോട്ടർ ആണല്ലോ, ഒരു ആഗോള സഞ്ചാരി എന്നുള്ളൊരു കാര്യം ആഡ് ചെയ്യണം. കോക്കനട്ട് ആൻഡ് ദി പാൻ, അദ്ദേഹത്തിൻ്റെ തേങ്ങയുടെ പാനിൻ്റെ കാര്യം, ഇന്ത്യൻ സിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യം നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇബ്നു ബത്തൂത്താർക്ക് എന്തായാലും മൊറോക്കോയിൽ ടാൻജിയറിൽ ജനിച്ചിട്ട് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര്? ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. ഒമാൻ, ആഫ്രിക്ക, ഇറാഖ്, പേർഷ്യ, യമൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് അവസാനം ഇന്ത്യയിലെത്തിയത്. 1333 ഇന്ത്യയിലെത്തിയ ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെത്തിയ സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻ. അങ്ങനെ അദ്ദേഹത്തിന് കീഴിൽ ജഡ്ജി ആയിട്ട് മാറി ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ചൈനയിലേക്കും പലയിടങ്ങളിലേക്കും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ബത്തൂത്ത ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളെക്കുറിച്ച് മൊത്തം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് റിഹില എന്ന് പറയുന്നത്. അറബി ഭാഷയിലാണ് എഴുതിയത്. ഈ പുസ്തകത്തിലും എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? ഇന്ത്യയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കോക്കനട്ട് ആൻഡ് പാൻ, ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന 2 സാധനങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്. ഇത് തേങ്ങയും അതേപോലെ വെറ്റിലയും. അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള മൊറോക്കോയിൽ ഈ സാധനമില്ല. അപ്പോൾ ഈ രീതിയിൽ അത് ഇന്ത്യയിൽ മാത്രം കണ്ടിട്ടുള്ളതും മൊറോക്കോയിൽ കാണാത്തതുമായിട്ട് സാധനങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്ന ഒരു രീതിയും ആർക്കുണ്ടായിരുന്നു? ഇബ്നു ബത്തൂത്തയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ സിറ്റീസിനെ കുറിച്ചിട്ട്, ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്? ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത് കേട്ടോ. ഇബ്നു ബത്തൂത്ത എന്ത് പറയുകയാണ്? ഇന്ത്യയിലെ സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിപൊളി സെൻറ്റേഴ്സാണ്. ഇന്ത്യയിൽ ഡൽഹി ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി. പിന്നെ ദൗലത്താബാദ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സിറ്റീസിലൊക്കെ എന്താണ്? ഫോറിൻ കൺട്രീസിന് വരെയുള്ള ആളുകൾ ഈ സിറ്റീസിലേക്ക് എത്തുകയും അവർ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തു. അതിനുള്ള മാർക്കറ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ നഗരങ്ങളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആളുകളുടെ സ്കില്ല്, പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവരുടെ സ്കില്ല് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളും എന്തിൽ പറഞ്ഞിരുന്നു? ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇബ്നു ബത്തൂത്ത ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയ സംവിധാനത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഉലൂക്ക് ആൻഡ് ദവ എന്ന് വിളിക്കുന്ന 2 തരത്തിലുള്ള, അതായത് കുതിരയുടെ പുറത്ത് ആളുകൾ എന്ത് ചെയ്യുക? കത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയെ ഉലൂക്ക് എന്നും നടന്നുകൊണ്ട് പോകുന്ന രീതിയെ ദവ എന്നും വിളിക്കുന്നു. ഈ രീതിയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഇബ്നു ബത്തൂത്തയാണ്. അപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ. അടുത്ത എന്താണ്? ഫ്രാങ്കോയിസ് ബേണർ ആണല്ലേ. ഫ്രാങ്കോയിസ് ബേണർ എന്താ ചെയ്തത്? ഇന്ത്യയെ താഴ്ത്തി കെട്ടിയിട്ട് യൂറോപ്പിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ഇന്ത്യയെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയ ഒരാളാണ് ആര്? ഫ്രാങ്കോയിസ് ബേണർ. ഫ്രാങ്കോയിസ് ബേണർ എന്താ? ഫ്രാൻസുകാരുടെ ഒരാളായിരുന്നു. ഇന്ത്യയുടെ റൂളറായിരുന്ന ഷാജഹാൻ, അല്ലേ, ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോവിന് ചികിത്സിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഒരാളായിരുന്നു ആര്? ഫ്രാങ്കോയിസ് ബേണർ. ഏകദേശം 12 കൊല്ലത്തോളം അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ അദ്ദേഹം കണ്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുകയും അത് അദ്ദേഹത്തിന് ബുക്കിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഫ്രാങ്കോയിസ് ബേണർ. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയിൽ കണ്ട കാര്യത്തെ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുകയും, അങ്ങനെ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയെ ഒരു മോശക്കാരനായിട്ട് താഴ്ത്തി കെട്ടുകയും യൂറോപ്പിലുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെക്കുകയും ചെയ്യുക. ആ രീതിയിൽ പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളായിരുന്നു ആര്? ഫ്രാങ്കോയിസ് ബേണർ എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയെ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? ഒരു അടച്ചാക്ഷേപിക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ എന്താണ്? പാവപ്പെട്ടവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പണക്കാർ മാത്രമേ ഉള്ളൂ, മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗ്ഗം ഇല്ല എന്നൊക്കെ ആര് പറയുന്നുണ്ട്? ഫ്രാങ്കോയിസ് ബേണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ സിറ്റീസിനെ കുറിച്ചിട്ടും സതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുണ്ടായിരുന്ന സോഷ്യൽ ഈവിളിനെ കുറിച്ചിട്ടും അതേപോലെ അന്നത്തെ ഇന്ത്യയിലെ സ്ത്രീകളുടെയും അടിമകളുടെയും ഒക്കെ ഒരു അവസ്ഥ നമുക്ക് ഫ്രാങ്കോയിസ് ബേണറിൻ്റെ പുസ്തകത്തിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മനസ്സിലാകുന്നത്. അപ്പോൾ ഈ 3 ആളുകളും അവരുടെ പുസ്തകത്തെ
കുറിച്ചിട്ടും എക്സാമിന് ചോദിക്കും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണെന്ത് ഇബ്നു ബത്തൂത്ത പറഞ്ഞ ഇന്ത്യൻ സിറ്റീസിനെ കുറിച്ചിട്ട്, ഇതിൻ്റെ പോസ്റ്റൽ സിസ്റ്റത്തെ കുറിച്ചിട്ട്, അന്നത്തെ സ്ത്രീകളുടെയും അടിമകളുടെയും അവസ്ഥ, ഇത് പഠിച്ചു വെക്കണേ. അടുത്തത് 6ാമത്തെ ചാപ്റ്റർ ആണ് ഭക്തി സൂഫി ട്രഡീഷൻ. അതിൽ ഭക്തി മൂവ്മെൻറ്റ്, ഏർലി ഭക്തി മൂവ്മെൻറ്റ് റൈസ് ചെയ്ത് എവിടെയാണ്? തമിഴ്നാട്ടിലാണല്ലോ. അവർ അൽവാസും നയനാസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അൽവാസിനെ കുറിച്ചും നയനാസിനെ കുറിച്ചിട്ടും അതേപോലെ സഗുണ ഭക്തിയെക്കുറിച്ചിട്ടും നിർഗുണ ഭക്തിയെക്കുറിച്ചിട്ടും എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം വിഷ്ണു ഭക്തിയിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു ആര്? അൽവാസ് എന്ന് പറഞ്ഞാൽ. ശൈവൈസ് അല്ലെങ്കിൽ ശിവഭക്തിയിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു ആര്? നയനാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അവരെന്ത് ചെയ്യാണ്? തമിഴ്നാട്ടിലാണ് ഇത് ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അവിടങ്ങളിലൊക്കെ വലിയ വലിയ ക്ഷേത്രങ്ങൾ പണിയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന ചോള ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഭക്തി മൂവ്മെൻറ്റ് എന്ത് ചെയ്യാണ്? അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റത്തെ, ജാതി വ്യവസ്ഥയെ നന്നായിട്ട് എതിർത്തിരുന്ന ആളുകളായിരുന്നു ആര്? ഭക്തി മൂവ്മെന്റ് അഥവാ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നുണ്ടായിരുന്ന അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മക്കും തീണ്ടിക്കൂടായ്മക്കും ഒക്കെ എതിരായിട്ട് സംസാരിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അൽവാർമാർ നയനാർമാർ എന്ത് ചെയ്യാണ്? അവരൊരു വലിയൊരു ഗ്രന്ഥത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? 4000 ദിവ്യപ്രബന്ധം. ശ്രദ്ധിക്കണം, എന്തിനാണ്? 4000 ദിവ്യപ്രബന്ധം. എസ്പെഷ്യലി അൽവാസ് കേട്ടോ. അൽവാസ് കമ്പോസ് ചെയ്തിട്ടുള്ള പുസ്തകത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? 4000 ദിവ്യപ്രബന്ധം. ഇതിന് വിളിക്കുന്ന പേര്, മറ്റൊരു പേരാണെന്ത്? തമിഴ് വേദ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ സ്ത്രീ ഭക്തികളുണ്ടായിരുന്നു. സ്ത്രീ ഭക്തി മൂവ്മെന്റിലെ ആൾക്കാരാണ് അണ്ടാള്, കാരക്കൽ അമ്മയാറ് പോലെയുള്ള ആളുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വീരശൈവ മൂവ്മെന്റ്, വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താണ്? വീരശൈവ മൂവ്മെന്റ് കർണാടകയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഫൗണ്ടർ ആര? ബസവണ്ണയാണ്. അതായത് ഫോളോവേഴ്സ് ഓഫ് ലോർഡ് ശിവ, അല്ലെങ്കിൽ ദ വർഷിപ്പ് ലോർഡ് ശിവ, ശിവഭഗവാനെ ആരാധിച്ചിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ്? കഴുത്തിൽ ശിവലിംഗം തൂക്കിയിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണെന്ത്? ലിംഗായറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അന്നത്തെ കർണാടകയിൽ ഉണ്ടായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റത്തെയും അതേപോലെ തന്നെ ജാതി വ്യവസ്ഥയും ഒക്കെ എതിർത്തിരുന്ന ആളുകളായിരുന്നു ആര്? ലിംഗായത്ത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ജംഗമ എന്ന് പറയുന്ന വാൻഡറിങ് മോങ്സിനെ, അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന സന്യാസിമാരെ ആരാധിച്ച് അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ലിംഗായത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ അവരെന്താണ്? സാധാരണ രീതിയിലുള്ള ക്രിമേഷൻ അല്ലെങ്കിൽ ശവസംസ്കാര രീതിയൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. എന്ത് വിശ്വസിച്ചിരുന്നു? മരണശേഷം മരിക്കുന്ന ഒരാളും ശിവഭഗവാനുമായിട്ട് ഒത്തുചേരുമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ഇവരെന്ത് ചെയ്യാണ്? മെയിനായിട്ട് ചെയ്തത് അന്നത്തെ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ നല്ല രീതിയിൽ എതിർത്തിരുന്ന ആളുകളായിരുന്നു ആര്? ഈ ലിംഗായത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലിംഗായത്തുകളെ കുറിച്ചും പഠിച്ചു വെക്കണം. അതേപോലെ ഇതിൽ സൂഫി പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? സൂഫി മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കണം. എസ്പെഷ്യലി ചിസ്തി മൂവ്മെൻറ്റ്, ചിസ്തി പ്രസ്ഥാനത്തെ കുറിച്ചിട്ടും അതേപോലെ മീരാബായ്, കബീർ, ബാബ ഗുരുനാനാക്ക്, അങ്ങനെ ബാബ ഫരീദ്, ആ ബാബ ഗുരുനാനാക്കിൻ്റെ പേരും അതേപോലെ ബാബ ഗുരുനാനാക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ മീരാബായും കബീറും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ സൂഫികളെ കുറിച്ചിട്ടും സൂഫി കണക്കുകളെ കുറിച്ചിട്ടും ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ലൈവിലേക്ക് എന്ത് ചെയ്യുക? സെറ്റായിട്ട് വരിക. ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ.